അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് നമ്മോട് ദയ തോന്നേണ്ടവർ നമ്മോട് ദയ തോന്നിയില്ലേലും, നമ്മോട് കരുണ കാണിക്കേണ്ടവർ നമ്മോട് കരുണ കാണിച്ചില്ലേലും നമ്മോട് ദയ തോന്നുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിനകത്ത് നാം കരുണ തോന്നുമെന്ന് കരുതിയ പലരും നമ്മോട് കരുണ കാണിച്ചില്ല. നമ്മോട് ദയ തോന്നുമെന്ന് നാം കരുതിയ പലരും നമ്മോട് ദയ കാണിച്ചില്ല. പക്ഷെ വചനം പറയുന്നു, നമ്മോട് കരുണ കാണിക്കുന്ന, നമ്മോട് ദയ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പ്രഭാതത്തിലും നിങ്ങളുടെ കൂടാരത്തിനകത്ത് കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം നിങ്ങൾക്കേവർക്കും അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ദൈവചിന്ത ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. എത്ര നല്ല വചനങ്ങളാണല്ലേ! ഈ പ്രഭാതത്തിൽ എന്തിനെ ഓർത്ത് ആകുലതപ്പെടുന്നേ? ഇന്നിൻ്റെ ജീവിതത്തെ ഓർത്താണോ ഭാരപ്പെടുന്നത്? ഈ പ്രഭാതം ജീവിതത്തിന് മുൻപിൽ ചെയ്തു തീർക്കാൻ ഒരു 100 കൂട്ടം റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ 100 കൂട്ടം കാര്യങ്ങൾ, 100 കൂട്ടം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ കണ്ടേക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ ഭാരപ്പെടേണ്ട. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു സ്വർഗമുണ്ട്, നമുക്ക് വേണ്ടി ചലിക്കുന്നൊരു സ്വർഗമുണ്ട്. ഹൃദയം തൊട്ട് ഞാൻ പറയട്ടെ, ഈ സന്ദേശം നിങ്ങളോട് ദൈവം സംസാരിച്ചു എന്നുറപ്പുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ ഏറ്റെടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഈ സന്ദേശം കേൾക്കുമ്പോൾ മറ്റാരുടെയെങ്കിലും മുഖം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം അവർക്ക് അയച്ചു കൊടുക്കണം. അവരുടെ ജീവിതത്തിനകത്തും ഈ സന്ദേശം പ്രവർത്തിക്കും. ഈ പകൽക്കാലം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്തയാണ്. നമ്മളെപ്പോഴും മനുഷ്യനെ പല രീതിയിൽ ആശ്രയിക്കുന്നവരാണ്. മനുഷ്യനെന്ന് പറയുന്നത് തന്നെ സെൽഫ് ഡിപ്പെൻഡൻ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. മനുഷ്യർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാനിരിക്കാൻ കഴിയില്ല, അതൊരു യാഥാർത്ഥികമാണ്. അതുകൊണ്ടല്ലേ ദൈവസഭയുടെ ആശയം പറയുമ്പോൾ സഭ അവയവങ്ങളാക്കി ദൈവം പറയുന്നുണ്ട്. ശരീരത്തിലെ ഓരോ അവയവങ്ങൾ എന്നൊരു കോൺസെപ്റ്റിൽ ദൈവസഭയിലെ വിശ്വാസ കുടുംബങ്ങളെ പറയുന്നുണ്ട്. അതുപോലെയാണ് പ്രിയരെ, ഈ ലോകത്ത് ഒന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. ആരെയും ആശ്രയിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, ആ ആശ്രയം അധികമാകരുത്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പലർക്കും പറ്റുന്ന പരാജയം. പ്രിയരെ, നമ്മുടെ അടുക്കൽ ഒരാൾ അഭയം തേടിക്കഴിഞ്ഞാൽ, അവിടെ ഒരാവശ്യം പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ കൈനീട്ടി യാചിച്ചു കഴിഞ്ഞാൽ, അവരുടെ വേദന ഹൃദയം പൊട്ടിപ്പറയുമ്പോൾ അവരുടെ വേദന കേട്ടിരിക്കാൻ നിനക്കൊരു നല്ല മനസ്സുണ്ടാകുന്നത് നല്ലതാണ്. അവർക്കൊരാശ്രയമാകുന്നത് നല്ലതാണ്. നിൻ്റെ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ, നിനക്ക് നല്ല ഉപജീവന മേഖല ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് കഴിക്കാൻ ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥകൾ വെളിപ്പെടുമ്പോൾ നമ്മൾ പലർക്കും ആശ്രയമായിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്തൊരു പ്രതികൂലം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിനകത്തൊരു പ്രതിസന്ധി വരുമ്പോൾ, ഇന്നലകളിൽ നമ്മൾ പലർക്കും ആശ്രയമായിരുന്നു, ഒരഭയ കേന്ദ്രമായിരുന്നു. അവിടെ കുഞ്ഞുങ്ങൾക്ക് ഫീസില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ പോലും കടമെടുത്ത് നമ്മൾ അവർക്ക് കൊടുത്തു. ആ വീട്ടിനകത്ത് ആഹാരമില്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭക്ഷിക്കാൻ മാറ്റി വച്ചിരുന്നത് പലതും അവർക്ക് വേണ്ടി നമ്മൾ കൊടുത്തു. നമ്മൾ പലരെയും
പലരുടെ ജീവിതത്തിനകത്ത് നമ്മളൊരാശ്രയമായിരുന്നു, നമ്മളൊരു ഒരാശ്രയ കേന്ദ്രമായിരുന്നു പലർക്കും. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തൊരു വേദന വന്നപ്പോൾ നമ്മൾ കരുതി നമ്മൾ ഇന്നലകളിൽ ആശ്രയമായിരുന്ന പലരും, ഇല്ലായ്മയിൽ നമ്മൾ കൊടുത്തു വളർത്തിയ പലരും, നമ്മളോട് ചേർത്ത് നിർത്തിയവരും, അവിടെ കണ്ണുനീരൊപ്പാൻ, അവിടെ കണ്ണുനീരിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, അവിടെ കണ്ണുനീരൊന്ന് മാറി കാണാൻ പ്രയത്നിച്ച നമ്മുടെ ജീവിതത്തിനകത്തൊരു വേദന വന്നപ്പോൾ, നമ്മുടെ ജീവിതത്തിനകത്തൊരു ആകുലത വന്നപ്പോൾ, നമ്മുടെ കണ്ണുനീര് കാണാനും നമ്മുടെ വേദന കാണാനും നമ്മുടെ അവസ്ഥകൾക്കകത്ത് ഒരു സഹായത്തിൻ്റെ ചെറുവിരൽ നീട്ടാൻ അവർക്ക് കഴിയാത്ത സാഹചര്യങ്ങൾ വന്നേക്കാം. പക്ഷേ ഞാൻ ആത്മാവിൽ പറയട്ടെ, പ്രിയരെ, കരുണ തോന്നേണ്ട പലരും നിന്നോട് കരുണ തോന്നിയില്ലേലും, നിന്റെ അവസ്ഥ കണ്ട് കനിവ് തോന്നേണ്ട പലരുമുണ്ട്. അവരാരും നിന്നോട് കനിവ് തോന്നിയില്ലേലും ദൈവം പറയുക, ഞാൻ കരുണ തോന്നേണ്ടവനോട് കരുണ തോന്നും, ഞാൻ കനിവ് കാണിക്കേണ്ടവനോട് കനിവ് കാണിക്കും. മാറത്തടിച്ചീറനണിഞ്ഞ കണ്ണുമായി ഏതൊക്കെ ആശുപത്രി വരാന്തയിലോ, ഏതോ റൂമിൻ്റെ 4 ചുവരുകൾക്കുള്ളിലോ, ഏതോ ജോലി സ്ഥലത്തിരുന്ന് കേൾക്കുന്ന ഈ സന്ദേശത്തിനകത്ത് ദൈവാത്മാവ് നിന്നോട് കൃത്യമായി ഇടപെടുകയാ. കുഞ്ഞേ, കരുണ തോന്നേണ്ട പലരും നിന്നോട് കരുണ കാണിച്ചില്ലേലും എൻ്റെ ദൈവത്തിന് നിന്നോടൊരു കരുണയുണ്ട്. ദൈവത്തിന് നിന്നോടൊരു കനിവ് ഈ പകൽക്കാലം തോന്നും. വിശ്വസിക്കാമെങ്കിൽ ഈ ആമേൻ പറഞ്ഞ് ദൂത് സ്വീകരിക്കണം. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ കരുണ അധികമായി വെളിപ്പെടുകയാണ്, ദൈവത്തിൻ്റെ ദയ അധികമായി വെളിപ്പെടുകയാണ്. ഈ ദൂതിനോട് ആമേൻ പറഞ്ഞു സ്വീകരിക്കണം. കഴിയുമെങ്കിൽ ആമേൻ ഈ സന്ദേശത്തിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായി എഴുതിയിടണം. നിങ്ങളുടെ വിശ്വാസം അത് ചലിക്കുന്നതായി മാറണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ദൈവപ്രവർത്തികൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. പ്രിയരെ, കരുണ തോന്നേണ്ടവർ നമ്മളോട് കരുണ തോന്നിയില്ലേലും, കനിവ് തോന്നേണ്ടവർ നമ്മളോട് കനിവ് തോന്നിയില്ലേലും, ഞാൻ പറഞ്ഞു, നമ്മളോട് കനിവും കരുണയും തോന്നുന്നൊരു ദൈവമുണ്ട്. വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ആഴമേറിയ ഒരു സത്യം അറിഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഒറ്റപ്പെട്ടുപോയ ചില സാഹചര്യങ്ങൾ, ഒരു ഭക്തൻ്റെ ഏറെ നാളായിട്ടുള്ള ആഗ്രഹമാണ്, റോമിലേക്ക് പോകണമെന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 9-ാം അധ്യായത്തിൽ ശൗൽ പൗലൂസായി മാറുന്നു. 13-ാം അധ്യായം മുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്നു. ആ കാലം മുതലുള്ള പൗലൂസിൻ്റെ ആഴമേറിയ ആഗ്രഹമാണ് എന്ത്? റോമിലേക്കൊരു യാത്ര പോകണം. റോമിലേക്കൊരു യാത്രയ്ക്ക് വേണ്ടി തിരിക്കുമ്പോൾ പല തടസ്സങ്ങളും നേരത്തെകളിൽ വെളിപ്പെടാറുണ്ട്. പക്ഷേ ദൈവം പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം നിവർത്തിക്കുന്ന ദൈവം. ആരോടൊക്കെയോ ഈ ദൂത് ആഴമായി വെളിപ്പെടുകയാ. കുഞ്ഞേ, കരുണ തോന്നേണ്ടവർ നിന്നോട് കരുണ കാണിച്ചില്ലേലും ഈ പകൽ ദൈവാത്മാവ് കൃത്യമായി ഇടപെടുന്നു. ദൈവിക കരുണ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുകയാ. നീ നാളുകളായി പ്രാർത്ഥിക്കുന്നില്ലേ ഏതോ രാജ്യത്തിലേക്ക് പോകണമെന്ന്, ഏതോ നന്മയുടെ വാതിൽ തുറന്നു വരണമെന്ന്, നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ ചലിക്കണമെന്ന്, നിന്റെ കുടുംബത്തിനകത്തുള്ള ശൂന്യത മാറണമെന്ന്. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കൈമാറുമ്പോൾ ആത്മാവിലൊരു ദൂത് കൈമാറാം.
നിന്റെ ജീവിതത്തിനകത്ത് നീ ആഗ്രഹിച്ചൊരു യാത്ര ആരോടും അറിയില്ല. ആത്മാവ് കൃത്യമായി ഇടപെടുകയാ. കുഞ്ഞേ, മാതാവേ, പിതാവേ, നീ ആഗ്രഹിച്ചൊരു യാത്ര എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു വരാൻ പോകുകയാണ്. അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. ചില പട്ടണങ്ങളെ, ചില ദേശങ്ങളെ, ചില രാജ്യങ്ങളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ തുറക്കാൻ പോകുകയാണ്. ലോകം ആശ്ചര്യപ്പെടുന്ന രീതിയിൽ ഒരു ദൈവിക നീതി നിന്നിൽ വെളിപ്പെടേണ്ട പോകുകയാണ്. പ്രിയരെ, വചനം പറയുന്നു, വേദപുസ്തകത്തിനകത്ത് വചനം പറയുന്നു, പൗലോസ് നാളുകളായി ആഗ്രഹിക്കുകയാണ് റോമിലേക്കൊരു യാത്ര പോകണം. താൻ മരിക്കുന്നതിന് മുമ്പ് ദൈവരാജ്യത്തിന് വേണ്ടി റോമിലേക്ക് എനിക്ക് കാൽ ചവിട്ടണം. പക്ഷെ ആ യാത്രയ്ക്ക് എൻ്റെ ദൈവം എസ് വച്ചപ്പോൾ, ദൈവം ആ നിയോഗം ഒരുക്കി കൊടുത്തപ്പോൾ, വാതിലുകൾ, വഴികൾ, ദൈവിക കൺഫോർമേഷൻ, അങ്ങനെ ഞാൻ പറയാം, ദൈവിക കൺഫോർമേഷൻ ആ ഭക്തൻ്റെ ജീവിതത്തിനകത്ത് ലഭിച്ചപ്പോൾ വെളിപ്പെട്ടത് നന്മയുടെ നാളുകളല്ല. നിങ്ങൾക്ക് കൊല്ലം പിടികിട്ടുന്നുണ്ടോ? എവിടെയോ ഏതോ രാജ്യത്തിലേക്ക് പോകാൻ പ്രാർത്ഥിച്ചൊരുങ്ങി, ഏതോ പട്ടണത്തിലേക്ക് പോകാൻ പ്രാർത്ഥിച്ചൊരുങ്ങി, ഏതോ ജോലിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചൊരുങ്ങി, ദൈവിക കൺഫർമേഷൻ നിനക്ക് ലഭിച്ചു. ആരോടും അറിയില്ല. ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ വ്യക്തമായി ഇടപെടുക. ദൈവിക കൺഫർമേഷൻ നീ ലഭിച്ചത് കൊണ്ടാണ് നീ യാത്ര തിരിച്ചത്. നീ കപ്പൽ കയറി, നീ യാത്ര തുടർന്നു. പക്ഷെ ഇന്ന് വരെയും വെളിപ്പെടാത്ത ഈശാനമൂലൻ നിന്റെ കപ്പലിന് നേരെ അടിക്കുകയാണ്. വചനം പറയുന്നു, പൗലോസ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധി ആ യാത്രയുടെ മധ്യത്തിൽ വെളിപ്പെടുകയാണ്. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. ദൈവിക നിയോഗത്തിലാണോ നീ സ്റ്റെപ്പ് എടുത്ത് വച്ചത്? ദൈവിക ദൂത് കേട്ടിട്ടാണോ നീ സ്റ്റെപ്പ് എടുത്ത് വച്ചത്? 1000 പ്രതികൂലങ്ങൾ നിന്റെ മുൻപിൽ വെളിപ്പെട്ടാലും നിന്നെ എത്തിക്കേണ്ടടുത്ത് എൻ്റെ ദൈവം എത്തിക്കും. ഈശാനമൂലൻ ആഞ്ഞടിക്കുകയാണ്. സൂര്യനെ കാണാനില്ല, സൂര്യനെ കാണാനില്ല. കപ്പലിലുള്ള സകലതും എടുത്ത് കടലിലേക്ക് എറിയുകയാണ്. കപ്പൽ കാലിയായി. അകപ്പാടെ അതിനകത്ത് മനുഷ്യർ മാത്രമായി. കപ്പലിൻ്റെ ഭാരം കുറഞ്ഞു, മനുഷ്യർ മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവം പൗലൂസിനോട് ഇറങ്ങി വന്ന് പറയുന്നൊരു പദമുണ്ട്, പൗലൂസേ ഭയപ്പെടേണ്ട, നിന്നെ മാത്രമല്ല നിന്റെ കൂടെ ഉള്ള ഒന്നിനെയും തകർത്ത് കളയാൻ ഒരു ഈശാനമൂലനും കഴിയില്ല. ആരോടൊക്കെയോ ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുക, കുഞ്ഞേ എമ്പിനാ ഭാരപ്പെടുമേ, ദൈവിക കൺഫർമേഷനകത്തല്ലേ നീ സ്റ്റെപ്പ് എടുത്ത് വെച്ചേ, ദൈവിക കൺഫർമേഷനകത്തല്ലേ നീ ചലിച്ചത്. ഒരു വ്യക്തിയെയും തകർത്തു കളയാൻ ഒരു പ്രതികൂലങ്ങൾക്കും ഒരു ഈശാനമൂലനും കഴിയില്ല. പൗലോസ് എഴുന്നേറ്റതെന്ന് പറയുക, പുരുഷന്മാരെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന്? എന്നോട് ദൈവം പറഞ്ഞു നമ്മുടെ ജീവന് ഹാനി വരില്ലെന്ന്. ഈ പകൽക്കാലം ധൈര്യത്തോടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ വേദനയൊക്കെ മറന്ന് കണ്ണുനീരെല്ലാം തുടച്ചിട്ട് ധൈര്യത്തോടെ ജയാളിയെ പോലെ പറയണം, എൻ്റെ ജീവനൊരു ഹാനിയും വരില്ല. ഈ പ്രതിസന്ധി എൻ്റെ തലമുറകൾക്കൊന്നും സംഭവിക്കില്ല. ഈ പ്രതികൂലങ്ങൾ അടങ്ങും. ദൈവത്തിന് നിന്നെ വാക്തത്വത്തിലെത്തിക്കാനേ കപ്പൽ തന്നെ വേണമെന്നില്ല, പടക് തന്നെ വേണമെന്നില്ല, കപ്പലിലെ പലകയായാലും മതി. വചനം പറയുന്നു, നീണ്ട രാത്രികൾ, സൂര്യനില്ലാത്ത ദിവസങ്ങൾ, സൂര്യൻ അസ്തമിച്ചു പോയതുപോലെയുള്ള സാഹചര്യങ്ങൾ, വെളിച്ചം കാണാനില്ല. പക്ഷെ വചനം പറയുന്നു, പൗലൂസും കൂടെയുള്ളവരും മെലീത്ത എന്ന പ്രദേശത്തെത്തി, എന്നൊരു ദ്വീപിലെത്തി.
അടുത്ത പദമാണ് ശ്രദ്ധേയം. നമ്മുടെ സന്ദേശത്തോടെ ഞാൻ അടുത്ത് വരികയാണ്. ആ പദം പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. മെലീത്ത എന്ന ദേശത്തെത്തിയപ്പോൾ ബർബരന്മാർ പൗലൂസിനോട് വളരെ കരുണ തോന്നി. ഈ പകൽക്കാലം ആടി ഉലയുന്നുണ്ടോ? ഈശാനമൂലൻ അടിക്കുന്നുണ്ടോ? കപ്പൽ തകരുമെന്ന് തോന്നുന്നുണ്ടോ? ആരൊക്കെ പുറപ്പെട്ടു, പക്ഷെ എത്തേണ്ടടുത്ത് എത്തിയില്ല, നടുകടലില. അങ്ങനെയുള്ള സാഹചര്യത്തിനകത്ത് നിൽക്കുന്ന ആരോടൊക്കെയോ ആത്മാവ് നിന്റെ കണ്ണുനീർ തുടച്ചൊരു ദൂത് പറയുക, കുഞ്ഞേ, ചിലരെ അടുക്കൽ ഞാൻ നിന്നെ എത്തിക്കും, ചില ദേശത്ത് ഞാൻ നിന്നെ അയക്കും, ചിലർക്ക് നിന്നോട് കരുണ തോന്നത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്ക്, ദൈവമാണ് പറഞ്ഞതെങ്കിൽ ഇതിന് പിന്നിലൊരു ഈശാനമൂലൻ വെളിപ്പെട്ടാലും കപ്പൽ തകർന്നാലും നീ റോമിലെത്തും. ഈ പകൽ വിശ്വസിക്ക്, ഏതൊക്കെ യാത്രകൾക്കകത്ത് കുടുങ്ങിപ്പോയി, എക്സാം എഴുതി പാസ്സായി, പക്ഷെ യാത്രയുടെ വാതിലുകൾ തുറന്നു വരുന്നില്ല. കയ്യിലുള്ളതെല്ലാം സ്പെൻഡ് ചെയ്തു, വിദ്യാഭ്യാസത്തിനിറങ്ങി, പഠനം പൂർത്തീകരിക്കപ്പെടുന്നില്ല. ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകൾക്കകത്ത് കുരുങ്ങിപ്പോയ ഏതൊക്കെ തലമുറകൾ, സ്റ്റക്കായിപ്പോയ ഏതൊക്കെ കുടുംബങ്ങൾ, ഏതൊക്കെ ബിസിനസ്സുകാർ എന്നെ കേൾക്കുന്നു. സ്നേഹിത, എൻ്റെ ദൈവം നിന്നോട് കരുണ തോന്നുന്ന പകല. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിച്ചോ. സ്വർഗീയമല്ല കർത്താവേ, എന്നോട് ഈ നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് വലിയ ഫേവർ വെളിപ്പെടട്ടെ. ദൈവിക കരുണയും ദൈവിക കനിവും അവരിൽ വെളിപ്പെടട്ടെ. ഈ പകൽക്കാലം മുതൽ അസാധാരണമായ രീതിയിലൊരു ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. ഈ പ്രഭാതം ദൈവിക കരുണ കാണുന്ന പകൽക്കാലമായി മാറട്ടെ. ലിറ്ററലി ചില കോളുകൾ, ചില മെസ്സേജുകൾ, ചില മെയിലുകൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ദിവസങ്ങളാക്കി മാറ്റണം. ഈ നിമിഷം ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതേ പ്രിയരെ, ഈ പകൽ നിന്നോട് കരുണ തോന്നുന്ന പകലാണ്. വിശ്വസിക്ക്, ദൈവിക നീതി നിന്നിൽ വെളിപ്പെടുന്ന പകലാണ്. ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾക്കറിയാം ഒത്തിരി കോളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. എങ്കിലും നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക. വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായി ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അവരും നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെടട്ടെ. അതുപോലെ തന്നെ ഈ സന്ദേശം എല്ലാ പ്രഭാതത്തിലും നിങ്ങളുടെ അടുക്കിലെത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.